ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എജ്യൂട്യൂട്ടർ. ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ MEG1-ൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യം കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ എനി ടു ഓഫ് ദ ഫോളോയിങ് പാസേജസ് വിത്ത് റെഫറൻസ് ടു ദ കോണ്ടെക്സ്റ്റ് ആൻഡ് സപ്ലൈ ബ്രീഫ് ക്രിട്ടിക്കൽ കമൻറ്റ്സ് വഴവർ നെസസറി. ഇതൊരു 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്, അപ്പോൾ 10 മാർക്ക് ഫോർ ഈച്ച്. When the stars threw down their spears and watered heaven with their tears, did he smile his work to see? Did he who made the lamp make thee? ഇതിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നിങ്ങളുടെ MEG1-ൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധിക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ആവുകയില്ല, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് ഇതാകാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആയിരിക്കാം. അവരൊരു സ്റ്റാൻസ തരും, എന്നിട്ട് അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ അതൊരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇതെങ്ങനെ എഴുതാം എന്നുള്ളത് നമുക്ക് ആദ്യം പഠിക്കാം, അതിനുശേഷം ഇതിൻ്റെ ആൻസർ പഠിക്കാം. 3 ഭാഗങ്ങളായിട്ടാണ് നിങ്ങൾക്കിത് എഴുതേണ്ടി വരിക. ഫസ്റ്റ് പാരഗ്രാഫിൽ നിങ്ങൾ എഴുതേണ്ടത് ഇത് ആരാണ് എഴുതിയത്, ഏത് ബുക്കിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്, ഇപ്പോൾ വർഷം അറിയാമെങ്കിൽ അതും എഴുതുക. ഇതായിരിക്കും നിങ്ങൾ ഫസ്റ്റ് സ്റ്റാൻസയിൽ ഉൾപ്പെടുത്തേണ്ടത്. സെക്കൻഡ് സ്റ്റാൻസയിലാണ് ഈ പറയുന്നതിൻ്റെ കോണ്ടെക്സ്റ്റ്, അത് അതിൻ്റെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഏത് സിറ്റുവേഷനിലാണ് ഈ പറയുന്ന ഈ സ്റ്റാൻസ എഴുതിയ ആ ഒരു സാഹചര്യം. തേർഡ് സ്റ്റാൻസയിൽ ഇതിൻ്റെ ഒരു കൺക്ലൂഡിങ് പാർട്ടായിട്ട് കൊടുക്കുക. വാരി വലിച്ച MEGയിൽ നിങ്ങൾ ആൻസേഴ്സ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച മാർക്ക് ഒരിക്കലും കിട്ടില്ല. നിങ്ങളിത് വളരെ മനോഹരമായിട്ട്, അത് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വെൽ പ്രിപ്പയർഡ് ആയിരിക്കുക. ആരാണ് എഴുതിയത്, ഏത് ബുക്കിൽ നിന്നാണ് എടുത്തത്, ഏത് വർഷമാണ് എഴുതിയത്, പിന്നെ അത് എഴുതാനുണ്ടായ സാഹചര്യം. ഇത്രയും നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസിലും ഈ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസുകൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ലഭിക്കും. ഓക്കെ, സോ നൗ ലെറ്റ്സ് ഡോണ്ട് വേസ്റ്റ് ടൈം ആൻഡ് ഹിയർ വി ഗോ വിത്ത് ദി ആൻസർ. These lines are taken from the poem The Tiger by William Blake, published in Songs of Experience 1794. In this poem, Blake wonders about the mysterious creator who fashioned the powerful, fierce, and terrifying tiger. The poem explores the themes of creation, good and evil, divine power, and the mystery of God's design. These lines occur at the end of the poem, where the poet asks some of the most profound questions about creation. വില്യം ബ്ലേക്കിൻ്റെ ദ ടൈഗർ എന്ന വർക്കിൽ നിന്നും എടുത്ത ഒരു പോയമാണിത്. ഈ ഒരു ദ ടൈഗർ എന്ന പോയം സോങ്സ് ഓഫ് എക്സ്പീരിയൻസ് എന്ന ഒരു ബുക്കിലാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1794. ഈ പോയത്തിൽ ബ്ലേക്ക് വണ്ടർ ചെയ്യുകയാണ് അബൌട്ട് ദ മിസ്റ്റീരിയസ് ക്രിയേറ്റർ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകമെല്ലാം സൃഷ്ടിച്ച ദൈവത്തെ ഓർത്ത് അദ്ദേഹം അത്ഭുതപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം ഈ ഒരു ലോകം എന്ന് പറയുന്നത് ഹു ഫാഷൻഡ് ദ പവർഫുൾ, ഫിയേഴ്സ് ആൻഡ് ടെറിഫൈങ് ടൈഗർ. ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ടൈഗറിനെ കുറിച്ചിട്ട്. ഈ ടൈഗർ എങ്ങനെയാണ്, മീൻസ് ക്രിയേറ്ററിനെ കുറിച്ച് അദ്ദേഹം വണ്ടർ ചെയ്യുകയാണ്. ഇതെങ്ങനെയാണ് ഓരോ ജീവജാലങ്ങളെയും അദ്ദേഹം വ്യത്യസ്ത രീതിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി ടൈഗറിനെ എടുക്കുകയാണെങ്കിൽ ടൈഗർ ഭയങ്കര പവർഫുള്ളും ഫിയേഴ്സും ഒരു ടെറിഫൈങ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണെന്ന് എല്ലാവർക്കും അറിയാം. The poem explores the themes of creation, good and evil, divine power and the mystery of God's design. ഇവിടെ ഒന്നും കൂടി പോയം എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇതിൻ്റെ തീംസ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആ ക്രിയേഷൻ, പിന്നെ നല്ലതും ചീത്തയുമായിട്ടുള്ള ഗുഡ് ആൻഡ് ഈവിൾ രണ്ടും നമ്മുടെ ലോകത്തിലുണ്ട്. പിന്നെ ദൈവത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു പവർ, ഡിവൈൻ പവർ, അതുപോലെ മിസ്റ്ററി ഓഫ് ഗോഡ്സ് ഡിസൈൻ, ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊരു രഹസ്യമാണ്, ഒരു മിസ്റ്ററിയാണ്, ആർക്കും അത് അറിയില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടാണ് ബ്ലേക്ക് ഇവിടെ വണ്ടർ ചെയ്യുന്നത്. ഇനി അറ്റ് ദി എൻഡ് ഓഫ് ദ പോയം ബ്ലേക്ക് ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ് ഈ ക്രിയേഷനെ കുറിച്ചിട്ട്. കാരണം എല്ലാം കണ്ടുകൊണ്ട് അദ്ദേഹത്തിനൊന്നും എവിടെയും എത്തിച്ചേരാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുക. In these lines, Blake uses powerful symbolism. The image of the stars throwing down their spears suggests that the heavenly powers or angels surrounded after the creation of the tiger. The tears may symbolize astonishment,
sorrow, or fear at such a fearful creature being brought into existence. അങ്ങനെ ബ്ലേക്ക് ഇവിടെ ധാരാളം സിമ്പിൾസ് ഈ പോയത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം സ്റ്റാർസിനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ടൈഗറിനെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളെ ആയിരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. നിങ്ങൾ ഒത്തിരി വിഷമിച്ചിട്ടുണ്ടായിരിക്കും. എന്തുകൊണ്ടായിരിക്കും ഇത്രയും ഫിയർഫുള്ളായിട്ടുള്ള ഒരു ക്രീച്ചറിനെ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത്? അതുകൊണ്ടായിരിക്കും നിങ്ങളുടെ മുഖത്തെ ഒരു സോറോ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്ന് ഒരു ഇമാജിനേഷൻ ചെയ്തുകൊണ്ട് ബ്ലേക്ക് ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഇവിടെ ഇത്രയേ ഉള്ളൂ. ടൈഗറിനെ വളരെ ഫിയർഫുള്ളായിട്ടുള്ള ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ക്രീച്ചറായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. The poet then asks whether the creator smiled with satisfaction after creating the tiger. This question reflects Blake's wonder about God's attitude towards such a magnificent yet terrifying creation. ഓരോന്നും സൃഷ്ടിച്ച് കഴിഞ്ഞപ്പോൾ ദൈവം ചിരിച്ചിട്ടുണ്ടായിരിക്കും. ഇത് നല്ല ഭംഗിയുണ്ടല്ലോ, നല്ല ഒരു ക്രിയേഷനാണ് എന്നുള്ള രീതിയിൽ ഓരോന്നും സൃഷ്ടിച്ച് കഴിഞ്ഞപ്പോൾ ദൈവം ചിരിച്ചിട്ടുണ്ടായിരിക്കും എന്നാണ്, സന്തോഷത്തോടെ ദൈവം പുഞ്ചിരിച്ചിട്ടുണ്ടായിരിക്കും എന്ന് ഇദ്ദേഹം ഇമാജിൻ ചെയ്യുകയാണ്. പക്ഷേ ഈ ഒരു ടൈഗറിനെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ദൈവം ഇത്രയും സാറ്റിസ്ഫൈഡായിട്ട് സന്തോഷിച്ച് പുഞ്ചിരിച്ചിട്ടുണ്ടാകുമോ എന്നൊരു സംശയമാണ് പിന്നീട് ബ്ലേക്കിന് വരുന്നത്. കാരണം ഈ ഒരു ടൈഗർ എന്ന് പറയുന്നത് വളരെ ടെറിഫൈങ് ആയിട്ടുള്ള ഒരു ക്രീച്ചറാണ്. ഇതിനെന്തിനാണ് ദൈവം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. Finally, Blake asks the famous question, did he who made the lamp make thee? The lamp represents innocence, gentleness, purity, and goodness. It's also a symbol of Lamb of God in Christian tradition. The tiger, on the other hand, symbolizes strength, energy, terror, and destructive power. Blake questions whether the same creator could have made both the innocent lamb and the fierce tiger. Through this contrast, he explores the coexistence of good and evil, innocence and experience, beauty and terror in the universe. പിന്നീട് ബ്ലേക്ക് ചോദിക്കുകയാണ്, ഈ ടൈഗറിനെ സൃഷ്ടിച്ച ദൈവം തന്നെയാണോ ഈ ലാമ്പിനെയും സൃഷ്ടിച്ചത്? ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക, ലാമ്പിൻ്റെയും അതുപോലെ ടൈഗറിൻ്റെയും ഫീച്ചേഴ്സാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ലാമ്പ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇന്നസെൻസ്, ജെൻറ്റിൽനെസ്, പ്യൂരിറ്റി, ഗുഡ്നെസ്. അതുപോലെ തന്നെ ലാമ്പിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ക്രിസ്ത്യൻ ട്രഡീഷനിൽ അല്ലെങ്കിൽ ബിബ്ലിക്കലി നമ്മൾ നോക്കുമ്പോൾ ലാമ്പിനെ ലാമ്പ് ഓഫ് ഗോഡായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ സിംബലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ബിബ്ലിക്കലി സ്പീക്കിംഗ് ലാമ്പ് എന്ന് പറയുന്നത് ലാമ്പ് ഓഫ് ഗോഡാണ്, ദൈവത്തിൻ്റെ കുഞ്ഞാട്. അതേസമയം ടൈഗറിൻ്റെ ഫീച്ചേഴ്സാണ് സ്ട്രെങ്ത്, എനർജി, ടെറർ ആൻഡ് ഡിസ്ട്രക്റ്റീവ് പവർ. ഇതൊക്കെയാണ് ടൈഗറിനെ സിംബലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ബ്ലേക്ക് ചോദിക്കുകയാണ്, ഈ ഇന്നസെൻ്റ് ആയിട്ടുള്ള ലാമ്പും ഫിയർഫുള്ളായിട്ട് ടൈഗറും സെയിം ക്രിയേറ്റർ തന്നെയാണോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്? അപ്പോൾ ഇവിടെ ഒരു കോൺട്രാസ്റ്റാണ് വരുന്നത്. ഒരു ഗുഡ് ആൻഡ് ഈവിൾ രണ്ടും നമുക്ക് കാണാൻ സാധിക്കും. ലാമ്പ് എന്ന് പറയുന്നത് ഗുഡ്, ടൈഗർ എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യുക ഈവിൾ. അതുപോലെ ഇന്നോസെൻസ് ആൻഡ് എക്സ്പീരിയൻസ്. ഇന്നോസെൻസ് എന്ന് പറയുന്നത് ലാമ്പ്, എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ടൈഗർ. ബ്യൂട്ടി ആൻഡ് ടെറർ ഇൻ ദ യൂണിവേഴ്സ്. ബ്യൂട്ടി ലാമ്പിനെയാണ്, ടെറർ ടൈഗറിനെയാണ്. ഓക്കെ, അപ്പോൾ ഇവർ രണ്ടാളുടെയും വ്യത്യസ്ത രീതിയിൽ സിംബലൈസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് പഠിക്കണം കേട്ടോ. These concluding lines leave the mystery unresolved. Instead of giving answers, Blake invites readers to reflect on the complexity of creation and the nature of divine power. The poem ends with wonder rather than certainty, making it one of the greatest philosophical poems in English literature. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ തന്നെ ബ്ലേക്കിൻ്റെ ഈ ഒരു പോയം വളരെ മനോഹരമായിട്ടുള്ളതാണ്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ബ്ലേക്ക് എല്ലാത്തിനും ആൻസർ കൊടുക്കുന്നില്ല,
മറിച്ച് അദ്ദേഹം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് റീഡേഴ്സിന് ഈ പോയം വായിക്കാൻ കൊടുക്കുമ്പോൾ അവിടെ റീഡേഴ്സ് ഇത് വായിക്കുമ്പോൾ അവർക്കൊരു ചിന്ത വരികയാണ്, ശരിയാണല്ലോ, അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ? അപ്പോൾ അവിടെ കൺക്ലൂഷൻ ചെയ്യേണ്ടത് ആരാ? ബ്ലേക്ക് അല്ല, റീഡേഴ്സാണ്. അപ്പോൾ അത് റീഡേഴ്സിൻ്റെ മൈൻഡിൽ ഈ ഒരു പോയം അവിടെ നിലനിൽക്കും. അതിനെക്കുറിച്ച് അവർ ആലോചിക്കാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു പോയത്തിൻ്റെ ആ ഒരു ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് റീഡേഴ്സിനെ കൊണ്ട് ചിന്തിപ്പിക്കാനുള്ള ഒരു കഴിവ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുകയാണ്. These lines express Blake's central theme that the universe contains both innocence and experience, gentleness and ferocity. They reveal his belief that God's creation is mysterious and beyond human understanding, leaving readers to contemplate the paradox of existence. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന ലാമ്പും ടൈഗറും, ഇന്നസെൻസ് ആൻഡ് എക്സ്പീരിയൻസ്, ജെൻറ്റിൽനെസ് ആൻഡ് ഫെറോസിറ്റി, അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു കോൺട്രഡിക്ഷൻസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ആൻഡ് അറ്റ് ദി എൻഡ് ഗോഡ്സ് ക്രിയേഷൻ ഒരു മിസ്റ്റീരിയസ് ആണ്, ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അത് മനുഷ്യന് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് ദൈവത്തിൻ്റെ ചിന്തകൾ എന്നുള്ള ഒരു കൺക്ലൂഡിങ് പാർട്ടിലോട്ടാണ് റീഡേഴ്സിനെ ഇദ്ദേഹം ഇൻവൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും കമൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഉപകാരപ്പെട്ടു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഞാൻ നിങ്ങൾക്ക് എടുത്ത് തരാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. വിൽ മീറ്റ് യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.